റിയാലിറ്റീസ് ജൂൺ 4, 2025. യേശുവിന്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. സങ്കീർത്തനങ്ങൾ 16 അധ്യായം 10 വാക്യം. യേശു കർത്താവിനെ കുറിച്ചുള്ള സകലവും കാലങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നു. യേശുവിന്റെ ജനനം, മരണം, സംസ്കാരം, ഉയർത്തെഴുന്നേൽപ്പ്, മഹത്വപൂർണമായ സ്വർഗാരോഹണം എന്നിങ്ങനെ സകലവും സമയത്തിന് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നു. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് യേശു പറഞ്ഞതും അതുകൊണ്ടുകൂടെയാണ്. യേശുവിന്റെ ക്രൂശീകരണം 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു. 22 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇതിന്റെ മനോഹരമായ വിവരണമാണ് നൽകിയിരിക്കുന്നത്. സങ്കീർത്തനം 22 മുഴുവനായി വായിച്ചു നോക്കൂ. സഖരിയ പ്രവാചകൻ യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് സഖരിയാവിന്റെ പ്രവചനം 12 അധ്യായം 10 വാക്യത്തിൽ ഇങ്ങനെ പ്രവചിച്ചു: ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. യേശുവിന്റെ കൈക്കാലുകൾ തുളയ്ക്കുന്നതിനെയും വിലാപ്പുറത്ത് കുത്തുന്നതിനെയും കുറിച്ചുള്ള ഈ പ്രവചനം യേശുവിന്റെ ക്രൂശീകരണ വേളയിൽ യാഥാർത്ഥ്യമായി. സങ്കീർത്തനങ്ങൾ 16 അധ്യായം 10 വാക്യത്തിൽ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. എല്ലാ പാപികളും നരകത്തിലേക്കാണ് പോകേണ്ടത്. യേശു ക്രൂശിൽ മുഴു ലോകത്തിന്റെ പാപം മുഴുവനും ചുമന്നുകൊണ്ട് പാപയാഗമായതിനാൽ താനും ക്രൂശിൽ മരിച്ചപ്പോൾ നരകത്തിലേക്ക് പോവുകയും അവിടെ സാത്താനെയും അന്ധകാരത്തിലെ സകല ആത്മാക്കളെയും ശക്തികളെയും തോൽപ്പിക്കുകയും ജയശാലിയായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യോനയുടെ അനുഭവം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നിഴലായി നാം പഴയ നിയമത്തിൽ കാണുന്നു. യോനയുടെ പുസ്തകം 1 അധ്യായം 17 വാക്യം: യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വായത്തിൽ കിടന്നു. മത്തായി സുവിശേഷം 12 അധ്യായം 40 വാക്യത്തിൽ യേശു കർത്താവ് ഇതിനെ പരാമർശിക്കുന്നത് ഇപ്രകാരമാണ്: യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. സങ്കീർത്തനങ്ങൾ 110 അധ്യായം 1 വാക്യത്തിൽ യേശുവിന്റെ ഔന്നത്യത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് നാം കാണുന്നത്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്തിരിക്കാം. യേശു തന്നെക്കുറിച്ചുള്ള ഈ പ്രവചനത്തെ ഉറപ്പിച്ചതായി നാം കാണുന്നു. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്: ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്: എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല. യേശു തന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ പ്രവചനങ്ങളും അവയുടെ പൂർത്തീകരണ സംഭവങ്ങളും അറിയേണ്ടത് ആവശ്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 1 അധ്യായം 5 വാക്യത്തിൽ നാം വായിക്കുന്ന യേശു ദൈവപുത്രൻ തന്നെയാണ് എന്നും മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു എന്നും ഉള്ള സത്യം ഇവയാൽ സാധൂകരിക്കപ്പെടുന്നു. ഇതിൽ പറയുന്നു: മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. പ്രിയ പിതാവേ, യേശുക്രിസ്തുവിന്റെ
മരണ പുനരുത്ഥാനങ്ങളിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ട അങ്ങയുടെ സ്നേഹത്തിൻ്റെ സുവ്യക്തമായ തെളിവുകളെ ഞാൻ മനസ്സിലാക്കുന്നു. യേശുവിൽ ഞങ്ങൾക്ക് ലഭ്യമായ വിജയത്തിനായും ജയോത്സവമായി നടത്തുന്നതിനായും അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ഞാൻ യേശുവിൻ്റെ കർത്തൃത്വത്തെയും നീതിയെയും ഭൂമിയുടെ അറ്റത്തോളം പരസ്യമാക്കിക്കൊണ്ട് യേശു പൂർത്തീകരിച്ച പ്രവർത്തികളുടെ യാഥാർത്ഥ്യത്തിൽ തന്നെ ജീവിക്കുന്നു. ഹല്ലേലൂയ. തുടർ പഠനത്തിന് സങ്കീർത്തനങ്ങൾ 22 അധ്യായം 14 മുതൽ 16 വാക്യങ്ങൾ, യെശയ്യാ പ്രവചനം 53 അധ്യായം 5 വാക്യം, മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 5-6 വാക്യങ്ങൾ.